കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം ചൂടുപിടിച്ചു. സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും മതനേതാക്കളെ കണ്ടും വോട്ടുറപ്പിക്കുകയാണ്. BJP 4 മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ മണ്ഡലങ്ങളിലും 3 പ്രബല മുന്നണികൾക്കും സ്ഥാനാർത്ഥികളാകും. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയം മറന്നുള്ള നീക്കുപോക്കുകൾ ചില നേതാക്കൾ നടത്താറുണ്ടെന്നത് എപ്പോഴും ഉയരുന്ന ആരോപണമാണ്. സന്ദേശമെന്ന ആക്ഷേപഹാസ്യ സിനിമയിലെ അന്തർധാര സജീവമാണെന്ന വാക്കുകൾ മിക്ക നേതാക്കളും മറുചേരിക്കെതിരെ പ്രയോഗിക്കാറുമുണ്ട്. എന്നാൽ പുതിയ അന്തർധാര സംബന്ധിച്ച് വെടിപൊട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും തൃശൂർ സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരൻ. CPM-ഉം BJP-യും തമ്മിൽ അന്തർധാര സജീവമാണെന്ന് കെ മുരളീധരൻ ആരോപിക്കുന്നു. വടകര, തൃശൂർ മണ്ഡലങ്ങൾ സംബന്ധിച്ചാണ് ധാരണയായിട്ടുള്ളതത്രേ. ഇതിന് തെളിവാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വാക്കുകളെന്ന് കെ മുരളീധരൻ പറയുന്നു. മുരളീധരൻ തൃശൂരിലേക്ക് മാറിയപ്പോൾ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായി എത്തിയത് ഷാഫി പറമ്പിലാണ്. വടകരയിൽ ഷാഫി പറമ്പിലും KK ശൈലജയുമാണ് നേരിട്ടുള്ള പോരാട്ടം. രണ്ടുപേരും MLA-മാരാണ്. ആര് ജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരുമെന്നതാണ് അവസ്ഥ. മട്ടന്നൂരാണോ പാലക്കാടാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരില്ലെന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് കെ മുരളീധരൻ ആയുധമാക്കുന്നത്. CPM-ഉം BJP-യും തമ്മിൽ രഹസ്യ ധാരണയുണ്ടാക്കിയതിന് തെളിവാണ് സുരേന്ദ്രന്റെ പ്രസ്താവന എന്ന് മുരളീധരൻ പറയുന്നു. വടകരയിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്താനാണ് നീക്കം. BJP വോട്ടുകൾ ശൈലജയ്ക്ക് മറിക്കും. ഇതിന് പകരമായി തൃശൂരിൽ CPM വോട്ടുകൾ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് മറിക്കാനുമാണ് ധാരണയെന്നും ഇക്കാര്യം CPIക്ക് മനസ്സിലായിട്ടില്ലെന്നും മുരളി പരിഹസിച്ചു. വടകരയിൽ പ്രഫുൽ കൃഷ്ണയാണ് BJP സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിലെത്തിയ ശേഷം വൻ ജനക്കൂട്ടം പങ്കെടുത്ത നിരവധി പരിപാടികൾ UDF സംഘടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ വടകരയിൽ വിജയം പ്രവചനാതീതമാണ്. സംസ്ഥാനത്ത് കടുത്ത മത്സരങ്ങൾ നടക്കുന്ന 2 മണ്ഡലങ്ങളാണ് വടകരയും തൃശൂരും. ഇവിടെയാണ് രഹസ്യധാരണയെന്ന് മുരളീധരൻ പറയുന്നത്. സമീപ ദിവസങ്ങളിൽ പിണറായി വിജയന്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റം കാണാമെന്നും മുരളീധരൻ പറഞ്ഞു. നരേന്ദ്രമോദിക്കെതിരെയോ അമിത്ഷായ്ക്കെതിരെയോ രൂക്ഷമായ പ്രതികരണം പിണറായി നടത്തുന്നില്ല. രാഹുൽ ഗാന്ധിയെ നടന്ന് ചീത്ത പറയുകയാണ്. RSSന്റെ 2ാം നേതാവായി പിണറായി അധപ്പതിച്ചു. രഹസ്യധാരണ തങ്ങൾ തുറന്നു കാണിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു.